ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ. അടുത്ത മത്സരാർത്ഥി ഒരു സോഷ്യൽ മീഡിയയിലൂടെ സമീപകാല സെൻസേഷനായ ഒരു വ്യക്തിത്വമാണ്. പറയുന്നേ ഞാൻ ആരോടും പറയില്ല. വെൽക്കം രേണു സുധി. ഈ ഊളപ്പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. അല്ല, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ പേര് ആണല്ലേ? ഇവിടെ നമ്മള് വിചാരിച്ച പോലെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ പേര് ആണല്ലേ? ആണ്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന് ആൾക്കാര് പറയാം. എന്റെ ലൈഫിൽ എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലും ഞാനായിട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പാണോ? എന്താശാനെ അങ്ങനെ ചോദിക്കുന്നത്? എന്റേതായിട്ടുള്ള കുറച്ച് ശരികളുണ്ട്. എനിക്കറിയാം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഹൗസിൽ വരണമെന്ന്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ നാട്ടുകാർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ മത്സരിക്കുമെന്നത് എന്റെ ഒരു ചലഞ്ചായിട്ട് തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പൊ ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ളൊരു സ്ഥലമല്ല. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? അല്ല അറിയാം. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായിരിക്കും അതിവിടെ നമ്മുടെ കൂടുതൽ ഒരു തന്ത്രങ്ങൾ മെനയാൻ പോകുന്നത്? നമ്മളായിട്ട് തന്നെ നിൽക്കുക. കറക്റ്റ്. അത്രേ ഉള്ളൂ ലാലേട്ട. ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. പക്ഷെ വിഷയമല്ല. കുറച്ച് കഴിയുമ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. വരുമല്ലേ? ആ, അങ്ങനെയൊക്കെ ചില പതിവ് പണ്ട് മുതലേ ഇവിടെ ഉണ്ട്. ഓ, അങ്ങനെ ആദ്യത്തെ കുറെ ദിവസം ചക്കരതേനെന്നുള്ള വിളിയൊക്കെ കാണും. ബിഗ് ബോസ് വീട്ടിലുള്ളവർക്ക് ഇനി വരുന്ന ആഴ്ച ഉറക്കമില്ലാത്ത ആഴ്ചയായിരിക്കും. കാരണം കുറച്ച് പണികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞാലേ